10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വരാൻ ഏറ്റവും സാധ്യതയുള്ളത് എന്നുള്ള രൂപത്തിലാണ് സാർ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള ഏതെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ശ്രീനാരായണ ഗുരു സന്ദേശം എക്കാലത്തും ഏത് രാജ്യത്തും വില പോകുന്നതും ഏത് സമുദായത്തിൻ്റെയും സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്നതുമായ ഒരു വിശിഷ്ട ആശയമാണ്. ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്തുള്ളതാണ് എൻ്റെ മക്കൾക്കറിയാം. പാഠഭാഗത്തെ ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നിരീക്ഷണങ്ങളും ഗുരുദേവ സന്ദേശങ്ങളും വിലയിരുത്തി ഗുരുദേവ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മക്കളെ. അപ്പം നോക്കൂ, നമ്മൾ എങ്ങനെയാണ് പ്രഭാഷണം എഴുതുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു അഭിസംബോധന വേണം. എങ്ങനെ? മാന്യരേ, അല്ലേ? ഗുരുദേവ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി കാലത്തിന് അനിവാര്യതയായിരുന്നു. ഗുരുദേവൻ്റെ ജനനം മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ പരസ്പരം അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. കേരളത്തിൻ്റെ ആധ്യാത്മിക നേതാവായ ഗുരുദേവൻ ജനിച്ചത് വികലമായ ആ കാലഘട്ടത്തിൻ്റെ നവനിർമ്മാണത്തിനു വേണ്ടുന്ന ചേരുവകളെല്ലാം അസാധാരണമായ തപസ്സിലൂടെയും പാണ്ഡിത്യത്തിലൂടെയും ഗുരുവിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിൽ നിന്നും പ്രഭാഷണത്തിൽ വരുന്ന ചോദ്യമാണ് സാറിപ്പോൾ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. വിഭാഗീയതകളില്ലാത്ത ഒരു ലോകത്തിൻ്റെ പുനഃസൃഷ്ടിയായിരുന്നു ഗുരുദേവൻ്റെ സ്വപ്നം. ഗുരുദേവൻ ഒരു പക്ഷേ സ്വപ്നം കാണുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ജാതി, മത, വർഗീയ ശക്തികൾ കേരളത്തെ പല കളങ്ങളിലേക്കും തിരിച്ചുവിട്ടിരിക്കുന്ന കാലത്ത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വഴി കാണിച്ചു കൊടുത്തു ഗുരുദേവൻ. മനുഷ്യർ ഒരു ജാതിയാണെന്നും മനുഷ്യൻ എന്ന ഒരു മതത്തിലാണെന്നും അവൻ്റെ മുമ്പിലുള്ളത് മനുഷ്യൻ എന്ന ദൈവമാണെന്നും മറ്റാരേക്കാളും വ്യക്തമായി അദ്ദേഹത്തിന് കാണാനും പറയാനും കഴിഞ്ഞു. പുരോഗമനാത്മകമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ദർശനങ്ങളും. ഓർത്തു വെക്കണം, ഗുരുദേവ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തിയാണ് നമ്മളീ പറയുന്നത്. ബ്രാഹ്മണ്യത്തിലെ സങ്കുചിത വിചാരങ്ങളെ അദ്ദേഹം തിരുത്തി എഴുതി. അതിനുവേണ്ടിയാണ് അരുവിക്കര ശിവക്ഷേത്രത്തിൽ സ്വയം പ്രതിഷ്ഠ നടത്തിയത്. താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന മറുപടി നമുക്ക് കിട്ടിയ വലിയ വെളിച്ചമായിരുന്നു. അവനിലും ഇവനിലുമുള്ളത് ഒരേ ഈശ്വര ചൈതന്യമാണെന്നും പ്രതിഷ്ഠ നടത്തുവാൻ എല്ലാവർക്കും കഴിയുമെന്നായിരുന്നു ഗുരുവിൻ്റെ പക്ഷം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഉപദേശം വർത്തമാനകാലത്ത് നാം ശിരസാ വഹിക്കേണ്ട ഒന്നാണ്. എല്ലാ മതങ്ങളും പഴയ നൂറ്റാണ്ടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ, രാഷ്ട്രീയം തന്നെ മതാധിഷ്ഠിത ചുറ്റുപാടുകളിലേക്ക് ചുരുങ്ങുമ്പോൾ വളരെ പ്രസക്തമാണ് ഈ ഉപദേശം. മതം നന്നാവാനല്ല ഗുരു പറയുന്നത്, മതം നന്നാവുന്നല്ല ഗുരു പറയുന്നത്. മനുഷ്യൻ നന്നാവുകയാണ് വേണ്ടത്, മതം നന്നാവുകയല്ല. പകരം മനുഷ്യനാണ് നന്നാവേണ്ടത്. മനുഷ്യൻ നന്നായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് നന്നാവും? മതവും നന്നാവും. കാരണം മതം കൈകാര്യം ചെയ്യുന്ന ആരാ? മനുഷ്യനാ. അപ്പോൾ മനുഷ്യൻ നന്നായാൽ മതി. അതാണ് മതം ഏതായാലും മനുഷ്യനാണ് ആദ്യം നന്നാവേണ്ടതെന്ന് ഗുരു പ്രഖ്യാപിച്ചത്. മനുഷ്യത്വത്തിൻ്റെ മുന്നിൽ മതത്തിനൊരു പ്രസക്തിയുമില്ലെന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം. മതപുരോഹിതന്മാരെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ആത്മീയ ഉപദേശങ്ങൾ മാത്രമല്ല, സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഉപദേശങ്ങളും ഗുരു നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, വിൽക്കരുത് എന്നത്. കാലത്തിനു മുൻപേ നടന്ന ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹം. ഒരു ജനതയെ സമഗ്രമായ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ സ്വപ്നം കണ്ട ഗുരു പ്രവർത്തിച്ചതും ഉപദേശം നൽകിയതും എല്ലാവർക്കും വേണ്ടിയായിരുന്നു. ഈഴവ സമൂഹത്തിൻ്റെ മാത്രമല്ല, കേരള സമൂഹത്തിൻ്റെ മുഴുവൻ നവോത്ഥാന നായകനാണ് ഗുരു ദർശനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതിനുശേഷം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അതും കൂടെ മക്കളെ എഴുതണം.
പ്രഭാഷണത്തിന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മക്കളെ? അഭിസംബോധനയാണ്, മാന്യരെ. അപ്പോൾ ആശയം മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. പ്രഭാഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ മുൻ വീഡിയോകളിൽ തന്നതുകൊണ്ടാണ് സാർ ഉത്തരം മാത്രം എഴുതിയത്. ഓർത്തു വെക്കുക, ആദ്യം മാന്യരെ അല്ലെങ്കിൽ പ്രിയരെ, അതല്ലെങ്കിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ. അഭിസംബോധന, ആശയം, അതിലേക്ക് വർത്തമാനകാലത്തെ, അതായത് ഇന്നത്തെ കാലത്തെ കൂടെ സഞ്ചരിപ്പിക്കുക. ദെൻ ഉപസംഹാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് അതൊരു നല്ല പ്രഭാഷണമാകുന്നത്. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല. കോരൻ്റെ കുറ്റബോധത്തിനുള്ള കാരണം വിശകലനം ചെയ്യുക. കല്യാണം കഴിഞ്ഞതോടെ ഉത്തരം നിങ്ങൾ ഓർത്ത് വെക്കുക. കൃത്യമായി നോട്ട് ഉണ്ട്. നോട്ട് നിങ്ങൾക്ക് അയച്ചു കിട്ടുന്നതായിരിക്കും. നിങ്ങളിതൊന്ന് നോക്കുക. കല്യാണം കഴിഞ്ഞതോടെ കോരൻ അപ്പനുമായി പിണങ്ങിയും ഭാര്യയുമായി വേറെ താമസം തുടങ്ങിയതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൻ്റെ ഫലമാണ് ആനയെപ്പോലെ ശക്തി ഉണ്ടായിരുന്ന അപ്പൻ ആരോഗ്യം ക്ഷയിച്ച് അവശനായി മാറിയത്. അവസാന നാളിൽ തന്നെയും തിരക്കി തൻ്റെ വീട്ടിലേക്ക് വന്ന അപ്പനെ കണ്ടപ്പോൾ കോരൻ താൻ ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് കുറ്റബോധത്തോടെ നോക്കി. എങ്ങനെ കൊണ്ടിറക്കേണ്ടത്? അമ്മത്തൊട്ടിൽ നിന്നും ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് മക്കളെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇതും കൂടെ നോക്കിയിട്ടേ പോകാവൂ. ഇത് നോക്കാതെ പോവരുതേ. ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് എന്ന് പറയാനാണ് സാർ ഈ വീഡിയോ ഈ വീഡിയോവുമായി വന്നത്. ഓക്കെ. എങ്ങനെ കൊണ്ടിറക്കേണ്ടു? സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ അവർ എന്നെ കൊണ്ടുപോയിടണമെന്ന് ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ വൃദ്ധമാതാവിനെ മക്കൾ പെട്ടിക്കൂട്ടിലടച്ചു. കവിതയും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് വാർദ്ധക്യത്തിന് കരുതലേകാം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. വാർദ്ധക്യത്തിന് കരുതലേകാം, ഇതാണ് ശീർഷകം. ഈ ശീർഷകം നിങ്ങൾ ആൻസർ പേപ്പറിലേക്ക് എഴുതുമ്പോൾ സെൻറ്റർ അല്ലേ, ഇതാണ് പേപ്പർ എങ്കിൽ ബാനർ ശീർഷകമായി എഴുതണം. രോഗങ്ങൾ നൽകുന്ന അവശതയും ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് വാർദ്ധക്യകാലത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരമുഖം. ജീവിത പങ്കാളികളുടെ വിയോഗവും, അതായത് ഭാര്യയോ ഭർത്താവോ മരിച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടും, ജോലി തേടി മക്കൾ അന്യ നാടുകളിൽ ചേക്കേറുന്നതും, അണുകുടുംബങ്ങളുടെ വ്യാപ്തിയും, വീടുകളിൽ നിന്ന് അകന്നു പോകുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ഒക്കെയാണ് വൃദ്ധരുടെ ജീവിതം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. കണ്ടോ? വർത്തമാനകാലവും കൂടെ താരതമ്യം ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത്. ഓക്കെ. പല കാരണങ്ങളെ കൊണ്ടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ദയാരഹിത ലോകത്താണ് വൃദ്ധർ അധിക പങ്കും ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. മിക്ക വീടുകളിലും വൃദ്ധർ ഒറ്റയ്ക്കാണ്. ആരും അവരെ സഹായിക്കാനില്ല. ഭക്ഷണം നൽകാൻ ആളില്ല. മരുന്ന് എടുത്തു കൊടുക്കാൻ ആളില്ല. നിത്യകർമ്മങ്ങളിൽ കൈ പിടിക്കാൻ ആളില്ല. കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കാനോ മലമൂത്ര വിസർജ്യങ്ങൾ എടുത്തു മാറ്റാൻ ആരുമില്ല. സത്യത്തിൽ തികഞ്ഞ നരകയാതനയാണ് വൃദ്ധജീവിത സായാഹ്നത്തിൽ അനുഭവിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഈ പറയുന്നതൊക്കെ അതിശയോക്തിയാണെന്ന് തോന്നാം. എന്നാൽ ഓരോ ദിവസവും വർത്തമാന പത്രങ്ങളും അങ്ങനെ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ച് പോയാൽ തന്നെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, വീഡിയോയിൽ കൃത്യമായി നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. കൊച്ചു ചക്കരിച്ച് വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല. ആരുടേതാണ്? അമ്മയുടെ തീരുമാനമാണ് അല്ലേ? അമ്മയുടെ വാക്കുകളിൽ തെളിയുന്ന പ്രകൃതിയെ സ്നേഹിച്ചും വിശ്വസിച്ചും കഴിഞ്ഞിരുന്ന ഒരു തലമുറയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആഴമാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. ആ കുടുംബത്തിലെ മുതിർന്ന ഒരംഗത്തെ പോലെ കൊച്ചു ചക്കരച്ചിയെ അവർ സ്നേഹിച്ചിരുന്നു. തലമുറകളായി തന്നെ കൊച്ചു ചക്കരച്ചിയുടെ അമ്മയും ആ കുടുംബത്തെ അതിൻ്റെ വിഭവമായ മാമ്പഴം നൽകി സഹായിച്ചിരുന്നു. പ്രായമായതോടെ തായ്തടിക്ക് കേടുവന്ന മാവ് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവർ മകനെ തടഞ്ഞു. ഇത്തരം അനുഭവങ്ങളും ചിന്തകളും ഒരു മിത്രമായി ആ മാവിനെ കാണാൻ അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല, പ്രകൃതി ശക്തിയിലുള്ള ദൃഢമായ വിശ്വാസവും പരസ്പര ആശ്രിതത്വവും പ്രകൃതി മനുഷ്യൻ്റെ ശത്രുവല്ല, മിത്രമാണെന്നും അവർ തിരിച്ചറിയുകയും ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ അതാണ് അവൾ ചതിക്കില്ല. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മക്കളെ. മലയാള തറവാടിന് അങ്കണമണിപീഠത്തിരുത്തു, ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞു മലർക്കളം എഴുതിക്കാത്ത ഒരരജനെ. കവിയെ അഭിമാനം കൊള്ളിച്ച ഓണ സംസ്കാരത്തിന് പുതിയ കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. മഹോത്സവമാണ് ഓണം. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാലവുമാണ് ഓണക്കാലം.
കാട്ടിലും മേട്ടിലും തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും കാക്കപ്പൂവും ഒക്കെ തേടി പൂവിളിയുമായി നടന്നിരുന്ന കുട്ടികൾ കേരളത്തിൻ്റെ തനിമയാർന്ന കാഴ്ചയാണ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും കേരള സംസ്കാരത്തിൻ്റെയും കാർഷികോത്സവത്തിൻ്റെയും ചിത്രം വിളിച്ചോതുന്നതാണ് ഓണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ ഓണക്കോടിയുടുത്തും മുറ്റത്ത് കളമെഴുതിയും പൂക്കളമിട്ടും ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ചും ഓണസദ്യ ഒരുക്കിയും ഓണപ്പാട്ടുകൾ പാടിയും ഓണക്കളികൾ നടത്തിയുമൊക്കെ നാം ഓണം ആഘോഷിക്കുന്നു. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഓണ സംസ്കാരം പാടെ മാറിപ്പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്നത്തെ ഓണം കലണ്ടറിലെ 3 ചുവന്ന അക്കങ്ങൾ എന്ന നിലയിൽ ചുരുങ്ങിയിരിക്കുന്നു. പൂക്കളില്ല, പൂക്കളമില്ല, പൂവിളിയില്ല, ഓണത്തപ്പനില്ല, ഓണസദ്യയില്ല, അല്ലേ? അതൊക്കെ കൂട്ടി വേണം എൻ്റെ മക്കളെ എഴുതാൻ. ഊഞ്ഞാലാട്ടമില്ല, ഓണക്കളികളില്ല, ഉള്ളത് കമ്പോള സംസ്കാരത്തിൻ്റെ അതിപ്രസരം മാത്രം. ഓണത്തിന് വെറും ഷോപ്പിംഗ് കാലമാണ്. ഷോപ്പിങ്ങിൻ്റെ ആഹ്ലാദ തിമിർപ്പിനപ്പുറത്ത് അപ്പുറത്ത് ഓണമൊന്നുമില്ലാതായിരിക്കുന്നു, അല്ലേ? നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. ഇതൊന്ന് കേൾക്കുകയും ഇതൊന്ന് വായിക്കുകയും ചെയ്താൽ എൻ്റെ മക്കൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കും. എവിടെ പോയി ഒളിച്ചു നമ്മുടെ ഓണത്തപ്പനും ഓണപ്പാട്ടുകളും പുലിക്കളിയും മഹാബലിയും? ആരെന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ല. കേരളത്തിൻ്റെതായിരുന്ന പൂക്കളില്ല, പകരം ഇറക്കുമതി പൂക്കൾ മാത്രം. ഓണസദ്യകളില്ല, പകരം ഹോട്ടലുകളിൽ ഊണ് മാത്രം. ചിതറിത്തെറിച്ച വാക്കുപോലെ അർത്ഥശൂന്യമായിരിക്കുന്നു ഇന്ന് ഓണം. ഓർമ്മകളിൽ മാത്രമേ ഓണം ഇന്നുള്ളൂ. ഓർമ്മകളിലെ ഓണത്തിന് ചിലത് പറയാൻ കാണും. പലതും നഷ്ടപ്പെട്ടവൻ്റെ വേദനയും സങ്കടവും അതിലുണ്ടാകും. പോയൊരു വസന്തത്തിൻ്റെ ശവപ്പറമ്പ് മാത്രമാണ് ഇന്നത്തെ ഓണക്കാലം. അപ്പോൾ ഓണം അന്നും ഇന്നും എന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ എൻ്റെ മക്കളോട് ചോദിച്ചാൽ ഇങ്ങനെ വേണം എഴുതാൻ, അല്ലേ? മാർക്കോസ് ഉറക്കം വന്നില്ല, ആ പ്രവൃത്തി ഒരു മുൻകൈ എടുക്കലായിപ്പോയി, യുദ്ധത്തിന് കാരണമായിപ്പോയി. ഏതാ? കോഴിയും കിഴവിയുമാണ്. അങ്ങനെ മുകളിൽ നിന്നും കീഴോട്ട് ഇറങ്ങി വരുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളർന്ന മത്തായും അയൽക്കാരായി പാർത്തു. സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വിലയിരുത്തി മാർക്കോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. മാർക്കോസ് കഥാപാത്ര നിരൂപണം, അല്ലേ? മലയാള ചെറുകഥാകാരന്മാരിൽ വളരെ പ്രസിദ്ധനായിരുന്നു കാരൂർ നീലകണ്ഠപിള്ള. അദ്ദേഹത്തിൻ്റെ കോഴിയും കിഴവിയും എന്ന കഥയിലെ മിഴിവുറ്റ കഥാപാത്രമാണ് മാർക്കോസ്. കണ്ടോ മക്കള്? കഥയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് അയാൾ. അപ്പം കഥാപാത്രം എങ്ങനെയൊക്കെയാണ് വന്നത് നോക്കൂ. മാത്രമല്ല ആസ്വാദക ഹൃദയത്തിൻ്റെ സഹതാപം ഏറ്റുവാങ്ങാനും ഈ കഥാപാത്രത്തിന് കഴിയുന്നുണ്ട്. ഒരു അഭിജാത കുടുംബത്തിൽ, സമ്പന്ന കുടുംബത്തിൽ പിറന്നവനാണ് മാർക്കോസ്. അതുകൊണ്ട് തന്നെ മത്തായിയിൽ നിന്ന് വിഭിന്നമായി മനുഷ്യ സ്നേഹത്തിൻ്റെ മുഖം അയാൾക്കുണ്ട്. സാമാന്യം ഭേദപ്പെട്ട പണക്കാരനായിരുന്നു മാർക്കോസിൻ്റെ അച്ഛൻ, അല്ലേ? ഒക്കെ നമുക്ക് കഥയിൽ അറിയുന്നതാണ്. പക്ഷേ പിതാവ് അകാലത്തിൽ മരിച്ചു പോയതോടെ മാർക്കോസ് ഉത്തരവാദിത്തങ്ങളുടെ പടുകുഴിയിൽ വീണു പോകുന്നു. തൻ്റെ 7 സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കേണ്ട ചുമതല മാർക്കോസിനായി. പിതാവ് തന്നെ ഏൽപ്പിച്ച ചുമതലകൾ മാർക്കോസ് കൃത്യമായി തന്നെ നിറവേറ്റി. 7 സഹോദരിമാരെയും അയാൾ വിവാഹം കഴിപ്പിച്ചയച്ചു. അങ്ങനെയാണ് അയാൾ മുകളിൽ നിന്നും കീഴോട്ട് ഇറങ്ങി വന്നത്, അല്ലെ ഊർന്നു വന്നത്. കുത്തുമാളയെടുത്ത് പോയി, എങ്കിലും ആരോടും ശത്രുതയില്ലാതെ തൻ്റേതായ വീട്ടിൽ സമാധാനത്തോടെ അയാൾ ജീവിക്കുന്നു. തന്നെ നിരന്തരമായി ഉപദ്രവിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന മത്തായിയോട് അയാൾക്ക് പ്രതികാരമില്ല. എല്ലാം തൻ്റെ വിധിയെന്ന് അയാൾ സമാധാനിക്കുന്നു. തികച്ചും സമാധാനപ്രിയനാണ് മാർക്കോസ്. മത്തായിയിലുണ്ടായ അവിചാരിതമായ തർക്കത്തിൽ അയാൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഉറക്കം വരാത്തതും പശ്ചാത്താപം ഉണ്ടാകുന്നതും. എന്നിരുന്നാലും മത്തായി അയാളെ ദ്രോഹിക്കുകയാണ്. ഒടുവിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു കൊണ്ടുപോകുമ്പോഴും തികച്ചും സൗമ്യനായി എല്ലാം സഹിക്കുന്ന മാർക്കോസിനെയാണ് നാം കാണുന്നത്. അയാൾക്കുള്ള വിശ്വാസം മത്തായിയുടെ അമ്മ മാത്രമായിരുന്നു. പോലീസിനോട് അയാൾ അപേക്ഷിക്കുന്നത് തന്നെ മത്തായിയുടെ അമ്മയെ കാണാനാണ്. ആ വിശ്വാസം തന്നെയാണ് അയാളെ രക്ഷിക്കുന്നതും. മത്തായി പെടുന്നതിനും കാരണമായത് ചുരുക്കത്തിൽ വായനക്കാരുടെ ഹൃദയത്തിൽ എക്കാലം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് മാർക്കോസ്. ഇത്രയുമാണ് മക്കളെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് എല്ലാം ഒന്ന് കണ്ട് നിങ്ങൾ പഠിച്ചാൽ നാളെ നിങ്ങൾക്ക് പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോ കാണാം മക്കളെ. അതുവരേക്കും ബായ്.